അന്ന് വൈകുന്നേരം, അതായത് വൈകുന്നേരം വിശേഷാൽ അഭിഷേകം ഗുരുക്ഷേത്രങ്ങളിലും ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം അഭിഷേകം കഴിഞ്ഞിട്ട് ആ തീർത്ഥം സേവിക്കുക എന്നാണ് പറയുന്നത്. അതുവരെയും ജലപാനം പാടില്ല. അതായത് അത് പറയുന്നത് പാർവതി ദേവി, ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥയിലെ പോലെ തന്നെ യുദ്ധം ജയിച്ചു വരുന്ന ഭഗവാന് 6-ാം ദിവസം വൈകുന്നേരം പാർവതി ദേവി വെള്ളം കുടിച്ചതിന് ശേഷം ആഹാരം കൊടുക്കും. അതുകൊണ്ടാണ് 6-ാം ദിവസം വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ വർത്തമാനകാലത്തിൽ മരുന്നുകൾ കഴിക്കുന്നവരും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അവരൊക്കെ അല്പം വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചില്ലെങ്കിൽ തളർന്ന് വീഴുന്നു പോകും എന്നുള്ള അവസ്ഥയിൽ അല്പം വെള്ളം കുടിക്കാറുണ്ട് എന്ന് പറയാം. വൈദിക മന്ത്രം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രം അതല്ലാതെ ഒരു സാധാരണക്കാരന് എപ്പോഴും ഓം ശരവണ ഭവ എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവും. അതായത് അതിന് ഒരു പ്രത്യേക കഥ തന്നെ പറയുന്നുണ്ട്. ഒരു മഹാരാജാവിന് ബ്രഹ്മഹത്യാപാപം പിടിപെടുമ്പോൾ ഒരു കുട്ടിയെ അടുത്ത് വരും. ഒരു മഹർഷിയുടെ പുത്രനായ ഒരു കുട്ടിയെ കാണാൻ വരുന്നതല്ല, മഹർഷിയെ കാണാൻ രാജാവ് വരും. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ ചോദിക്കും, ഇതിന് പരിഹാരം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഓം മുരുക എന്ന് മാത്രം എഴുതിയാൽ മതി 6 തവണ എന്ന് പറയും.